നമസ്കാരം, ഞാൻ ആറ്റേൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ജ്യോതിഷ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വ്യാഴമാറ്റം. ഇത് ആദ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം 4-5 ഗ്രഹമാറ്റമാണ് പറഞ്ഞത്. അപ്പോൾ അത് പ്രത്യേകം പറയാൻ വേണ്ടി കമൻസ് വന്നായിരുന്നു. അപ്പോൾ വ്യാഴമാറ്റം ഗുണ ചെയ്യുന്ന രാശിക്കാർ ഈ വരുന്ന 2025 മെയ് 14 അന്ന് രാത്രി 10:07 മിഥുനത്തിൽ ഗുരുവിൻ്റെ സഞ്ചാരം. അപ്പോൾ 1 വർഷ കാലയളവാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കുറേ രാശിക്കാർക്കൊക്കെ നേരത്തെയൊക്കെ വളരെ ദോഷഫലമായിരുന്നു വ്യാഴം. ഇനിയിപ്പം ഗുണം ഭവിക്കുന്ന രാശിക്കാരെയാണ് പറയുന്നത്. അപ്പം മിഥുനത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഒരു 5 രാശിക്കാർക്ക് ഗുണഫലം ഭവിക്കും. അത് യാതൊരു രാശിക്കാരെന്ന് നോക്കാം. ആദ്യം നോക്കുന്ന ഇടവരാശിക്കാർക്ക് കാർത്തിക, മുക്കാലി, രോഹിണി, മകേരാര ഇവർക്ക് 2-ലാണ് സഞ്ചാരം. കഴിഞ്ഞതൊക്കെ മാറി. ജന്മ രാമർ വനത്തിലെ, അതായത് ജന്മത്തിൽ ഗുരു സഞ്ചരിക്കുമ്പോൾ വളരെ ദുരിതം അനുഭവിച്ചവരാണ് ഈ രാശിക്കാർ. അത് കാർത്തിക, മുക്കാലി, രോഹിണി, മകേരാരയൊക്കെ ഈ കഴിഞ്ഞ 1 വർഷം വളരെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ കുടുംബത്തിൽ കലഹവും കാര്യങ്ങളും, കുട്ടികളെ കൊണ്ടുള്ള മനോവിഷമം, ബിസിനസ്സിലൊക്കെ വളരെ തോൽവി, ഇങ്ങനെയൊക്കെ സംഭവിച്ചതൊക്കെ മാറുകയാണ്. ഈ കഴിഞ്ഞ 1 വർഷ കാലയളവിൽ കുറേ ഗോൾഡൊക്കെ പണയം പോയിരിക്കാം, ഗോൾഡ് നഷ്ടപ്പെട്ടിരിക്കാം, ശുഭകാര്യങ്ങളൊക്കെ തടസ്സം അനുഭവിച്ചിരിക്കാം. കുട്ടികളുടെ പഠന വിഷയത്തിലാണെങ്കിൽ വിവാഹാദി കാര്യങ്ങളൊക്കെ വളരെ തടസ്സം അനുഭവിച്ചു. ഇനി എല്ലാം മാറുകയാണ്. അതായത് 2-ൽ വരുന്ന ഗുരു നമുക്കിനി ധനാഗമം സംഭവിക്കുന്ന സമയം, കുടുംബത്തിൽ ശുഭകാര്യം നടക്കുന്ന സമയം, കുട്ടികളുടെ ഉന്നത പഠനം നടത്താനുള്ള സമയം, കുട്ടികളെ കൊണ്ടുള്ള മനസ്സന്തോഷം. അപ്പോൾ പുത്രകാരനായ ഗുരു 2-ൽ സഞ്ചരിക്കുന്നത് മിഥുനത്തിൽ നമുക്ക് വളരെ ഗുണഫലമാണ് കാണുന്നത് ഈ രാശിക്കാർക്ക്. ഇപ്പോൾ വിവാഹാദി കാര്യങ്ങൾ ആൺകുട്ടികൾ പെൺകുട്ടികളുണ്ടെങ്കിൽ ഈ കാലയളവ് 2-ൽ വരുന്ന ഗുരു വിവാഹ സംബന്ധമായിട്ടൊക്കെ തടസ്സം മാറുകയാണ്. പഠന വിഷയത്തിലൊക്കെ മെഡിക്കൽ പഠനം നടത്തുന്ന കുട്ടികൾക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാനും ഈ ജോലി സാധ്യത കാണുന്നു. ഗോൾഡ് പണയം പോയിട്ടുണ്ടെങ്കിലോ അതൊക്കെ തിരിച്ചെടുക്കാനുള്ള സമയമാണ് കാണുന്നത്. കുടുംബത്തിൽ ശുഭകാര്യം, അത് കുടുംബത്തിലേക്ക് ശുഭകാര്യം നടക്കാൻ ഒരു ചോറൂണോ അല്ലെങ്കിൽ ഒരു പാലുകാച്ചി ചടങ്ങ്, കുടുംബത്തിനകത്ത് തന്നെ ഒരു വിവാഹാദി കാര്യം നടക്കാനുള്ള അവസരം കാണുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഈ ഗുരുമാറ്റം 1 വർഷ കാലയളവ് നമുക്ക് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ 11-ലാണ് സഞ്ചാരം. ഇവർക്കും നേരത്തെ ഇരുന്നത് 10-ലാണ്. 10-ൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ പദവി നഷ്ടപ്പെടും എന്നാണ് കണക്ക്. അപ്പോൾ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ മകം, പൂരം, ഉത്തരം കാലിവർക്കൊക്കെ ഈ കഴിഞ്ഞ 1 വർഷ കാലയളവ് ജോലി നഷ്ടപ്പെട്ടിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കാം, മനോവിഷമം. 10-ൽ ഭിക്ഷാന്തേയി എന്നാണ് കണക്ക്. കടം വാങ്ങിച്ച് കൂട്ടിയിരിക്കാം, ഒരു വാഗ്ദാനങ്ങളിൽ പറ്റിക്കപ്പെട്ടിരിക്കാം. ഇതെല്ലാം മാറുകയാണ്. ഇനി വരുന്ന 11-ൽ ഗുരു നമുക്ക് വളരെ ഉന്നതിയിലെത്താനുള്ള സമയമാണ് കാണുന്നത്. അതിപ്പോൾ പഠന വിഷയത്തിലാണെങ്കിലും ജോലി സാധ്യത, പുതിയ ജോലി സാധ്യത അനുഭവപ്പെടും, കിട്ടും. അതായത് സമ്പാദ്യം, ധനവരവ് കൂടുന്ന സമയം ചുരുക്കി പറഞ്ഞാൽ. എന്തുകൊണ്ടും ഈ മെയ് 14 മാറുന്ന വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് വളരെ ഉന്നതിയിലെത്താനുള്ള സമയമാണ് കാണുന്നത്. ധനം നിമിത്തവും നമുക്ക് മനസ്സന്തോഷം, ബുദ്ധിസ്ഥാനം ദൃഷ്ടി വരികയാൽ പുത്രികളെ കൊണ്ടോ പുത്രന്മാരെ കൊണ്ടോ ഉള്ള മനസ്സന്തോഷം, കുടുംബത്തിൽ ശുഭകാര്യം നടക്കുന്നത്, വിവാഹാദി കാര്യങ്ങളിലൊക്കെ തടസ്സം മാറുകയാണ് ഈ രാശിക്കാർക്ക്. മകം, പൂരം, ഉത്തരം, കാലം. ബിസിനസ് മേഖല പ്രവർത്തിക്കുന്നവരാണെങ്കിലും ജ്വല്ലേഴ്സ് ബിസിനസ് ചെയ്യുന്നവർ, ഗോൾഡ് മർച്ചൻറ്റ്, പ്രൊവിഷൻ സ്റ്റോറ്, പിന്നെ പെർഫ്യൂം ബിസിനസ് ചെയ്യുന്നവർ, പെർഫ്യൂമർ എന്ന് പറയും, ഇവർക്കൊക്കെ ഫ്ലവേഴ്സ് മർച്ചൻറ്റ്, ഇവർക്കൊക്കെ വളരെ ലാഭവിഹിതം കൂടുന്ന സമയം. അപ്പോൾ എന്തുകൊണ്ടും പിന്നെ വൈദിക തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് ഒരു പുതിയ പഠനം, വൈദിക പഠനം നടത്താനോ പൂജാതി കാര്യങ്ങളിലൊക്കെ മിടുക്ക് തെളിയിക്കാനുള്ള സമയം കാണുന്നു. മിഥുനത്തിലെ ഗുരുവിൻ്റേത് പഠനം വിഷയത്തിലൊക്കെ കുട്ടികൾ ഉന്നതിയിലെത്താനുള്ള സമയം കാണുന്നു. അപ്പോൾ എന്തുകൊണ്ടും പൊതുഫലം പറയുമ്പോൾ മിഥുനത്തിൽ സഞ്ചരിക്കുന്ന ഗുരു ചിങ്ങക്കൂറുകാർക്ക് വളരെ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന സമയമാണ് കാണുന്നത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് തുലാക്കൂറുകാർക്ക്. തുലാക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്താണ്. അതായത് കഴിഞ്ഞതിൽ 8-ലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്, നഷ്ടം. അഷ്ടമത്തിൽ വ്യാഴൻ്റെ സ്ഥിതി വളരെ ദുരിതമായിരുന്നു. ധനം വരുന്നതും പോകുന്നതും അറിയില്ല, സമാസമായിരുന്നു ചിലവ്. ചിലപ്പോൾ കടവ് വാങ്ങിച്ച് കൂട്ടിയിരിക്കാം. ചില പ്രശ്നങ്ങൾ, അതായത് EMI അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, ഹൗസ് ലോൺ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം മാറുകയാണ്. ഗോൾഡ് പണയം പോയിരിക്കാം, വിവാഹാദി കാര്യങ്ങൾ തടസ്സം,
അപ്പോൾ തുലാത്തിൽ വരുന്ന ചിത്തിരേര ചോതി വിശാഖ മുക്കാൽ ഇവർക്ക് ഈ ഗുരുമാറ്റം വളരെ ഉന്നതിയിലെത്താനുള്ള സമയമാണ് കാണുന്നത്. പഠന വിഷയത്തിലാണെങ്കിലും കുട്ടികൾ മികവ് തെളിയിക്കും. ജോലി സാധ്യത ഈ കാലയളവ്. അപ്പം നഗരങ്ങൾ വിട്ട് നഗരങ്ങൾ മാറാനോ ജോലി സാധ്യത നിമിത്തം നമുക്ക് ഉന്നതിയിലെത്താനുള്ള സമയം കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അതും മെഡിക്കൽ എൻട്രൻസ്, മെഡിക്കൽ പഠനം പൂർത്തിയാക്കി ജോലി സാധ്യത കാണുന്നുണ്ട് ഈ കുറാർക്ക്. അപ്പോൾ തുലാത്തിൽ വരുന്ന ചിത്രേര ചോതി വിശാഖവർക്കൊക്കെ ഈ കാലയളവ് എന്തൊരു ശുഭകാര്യം നടക്കാനുള്ള അവസരമാണ് കാണുന്നത് വ്യാഴമാറ്റം കൊണ്ട്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ധനുക്കൂറുകാർക്ക് എങ്ങനെ. ധനുക്കൂറിന് ഇപ്പോൾ 6-ലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ കാലം മൊത്തം നോക്കുകയാണെങ്കിൽ അസുഖം എന്ന് ഉദ്ദേശിക്കുന്നത് വയറ് സംബന്ധമായിട്ടുള്ള അസുഖം, അതായത് ദഹനക്കേട്, അസിഡിറ്റി, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറുകയാണ്. ധനനിമിത്തവും വളരെ ദുരിതമനുഭവിച്ചു. ഹോസ്പിറ്റൽ വാസം അങ്ങനെ അനുഭവപ്പെട്ടു. അത് കുട്ടികളിലും മുതിർന്നവരിലും മധ്യവയസ്കരിലൊക്കെ. പഠന വിഷയത്തിലൊക്കെ പിന്നോക്കമായിരുന്നു. അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ കാലയളവ് മെയ് 14 ശേഷം മാറുകയാണ്. എന്തുകൊണ്ടും പഠന വിഷയത്തിലൊക്കെ മികവ് തെളിയിക്കാം. പിന്നെ ശുഭകാര്യം മൂലം, പൂരാടം, ഉത്രാടം കാലയളവെന്നാണ് ധനുക്കൂറ്. ഇവർക്ക് വിവാഹാദി കാര്യങ്ങളിലും ആൺകുട്ടികളുണ്ടെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിലും ഈ ഒരു വർഷ കാലയളവ് വിവാഹം നടക്കാനുള്ള യോഗം കാണുന്നു. ശുഭകാര്യം. പിന്നെ ഒരു വീട് വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ, പുതിയ ജോലി സാധ്യത, നഗരം വിട്ട് നഗരം മാറാനുള്ള അവസരം. എന്തുകൊണ്ടും ഈ വ്യാഴമാറ്റം ഒരു വർഷ കാലയളവ് വളരെ വിശേഷപ്പെട്ടതാണ്. പരിഹാരമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, അതിപ്പോൾ മർച്ചൻ്റ് പറയുകയാണെങ്കിൽ ഗോൾഡ് മർച്ചൻ്റ്, ഫ്ലവേഴ്സ് മർച്ചൻ്റ്, പിന്നെ പെർഫ്യൂമറി നടത്തുന്നവർ, പ്രൊവിഷൻ സ്റ്റോർ, മാർജിൻ ഫ്രീ ഇതുപോലത്തെ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ വിശേഷപ്പെട്ട സമയമാണ് ഇനി വരുന്ന ഒരു വർഷക്കാലം. അപ്പോൾ എന്തുകൊണ്ടും വ്യാഴമാറ്റം ധനുക്കൂറുകാർക്ക് വളരെ അനുകൂലമാണ് കാണുന്നത്, പ്രതികൂലമല്ല. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക്. കുംഭക്കൂറുകാർക്ക് 5-ലാണ് സഞ്ചാരം. 4-ൽ വളരെ മനോവിഷമം അനുഭവിച്ച സമയമാണ്. മാതാവിന് ദുരിതം, യാത്രാ ബുദ്ധിമുട്ട്. അപ്പം കുംഭക്കൂറുകാർക്ക് പൊതുഫലം പറയുമ്പോൾ 4-ലെ ഗുരു ശത്രു വീടായതുകൊണ്ട് അത്ര നന്നല്ല കണ്ടത്. ഇനി വരുന്ന മിഥുനം സമനാണ്. എന്തുകൊണ്ട് നമുക്ക് ഒരു ഉന്നതി, അപ്പോൾ ദൃഷ്ടി വരെയാണ് രാശിക്ക്. അപ്പോൾ നമുക്ക് ഒരു അലസത മാറുകയാണ്, എന്തിനൊരു ചുറുചുറുക്ക്. അത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും പഠന വിഷയത്തിലൊക്കെ ഇനി മികവ് തെളിയിക്കും. വിവാഹാദി കാര്യങ്ങളിലും വ്യാഴനോക്ക് ദൃഷ്ടി വന്നു കഴിഞ്ഞു. വിവാഹം നടത്താനുള്ള സമയമാണ് കാണുന്നത്, ദോഷവശമല്ല. അപ്പോൾ എന്തുകൊണ്ടും ഇനി വരുന്ന ഒരു വർഷക്കാലം, അത് മെയ് 14 മുതൽ അടുത്ത 2026 മെയ് വരെ നമുക്ക് വളരെ അനുകൂല സ്ഥിതിയാണ് വരുന്നത് ഈ വ്യാഴമാറ്റം കൊണ്ട്. ശുഭമസ്തു.